മഴയുടെ ഇരമ്പൽ ആ പഴയ തറവാടിന്റെ മരച്ചുവരുകളിൽ വന്ന് അലക്കുന്നുണ്ടായിരുന്നു. മലപ്പുറത്തെ ഏതോ ഉൾനാടൻ ഗ്രാമത്തിലുള്ള ആ വലിയ മൻസിലിന്റെ ഭാരമുള്ള മുൻവാതിൽ തുറന്ന് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറുമ്പോൾ ആയിഷയുടെ ചുവപ്പടിഞ്ഞ പാദങ്ങൾ നേരിയതായിട്ട് വിറച്ചു. കല്യാണപ്പുടവയുടെ കനം അവളുടെ മെലിഞ്ഞ തോളുകളെ വല്ലാതെ അമർത്തുന്നുണ്ടായിരുന്നു. വായുവിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന കടുത്ത ഊതിന്റെ മണം അവളുടെ ശ്വാസകോശത്തിലേക്ക് ഇരച്ചു കയറി. ചുവന്ന മൈലാഞ്ചി ചോപ്പ് മായാത്ത അവളുടെ കൈവിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചിരുന്നു. വിയർപ്പിൽ കുതിർന്ന ആ വിരലുകൾക്കിടയിൽ അവൾ അനുഭവിക്കുന്ന ഭയത്തിന്റെ അസഹനീയമായ തണുപ്പുണ്ടായിരുന്നു. പുതിയൊരു ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷയോടുള്ള കാൽവെപ്പായിരുന്നില്ല അത്, മറിച്ച് കടം കയറി മുടിഞ്ഞ തന്റെ ഉപ്പയുടെ കണ്ണീരൊപ്പാൻ സ്വന്തം യൗവനത്തെ ഇരുട്ടിലേക്ക് തള്ളിയിട്ട ഒരു പെൺകുട്ടിയുടെ നിസ്സഹായതയുടെ ബാക്കിപത്രമായിരുന്നു ആ വരവ്. 58 വയസ്സുള്ള അരക്ക് താഴേക്ക് തളർന്ന് വീൽചെയറിൽ കഴിയുന്ന ഹാജി അബ്ദുള്ളയുടെ ഭാര്യയായി ഈ ഇരുണ്ട ഇടനാഴികളിലേക്ക് അവൾ നടന്നു കയറിയത് ഒരു തിരഞ്ഞെടുപ്പായിരുന്നില്ല, ഒരു ഒത്തുതീർപ്പായിരുന്നു. അവൾക്ക് നൽകപ്പെട്ട വലിയ മുറിയുടെ ജനാലക്കപ്പുറം മാവുകളും പ്ലാവുകളും കാറ്റിൽ ഉലയുന്നത് കാണാമായിരുന്നു. ദൂരെ ഏതോ പള്ളിയിൽ നിന്ന് ഇശാനിസ്കാരത്തിലുള്ള ബാങ്ക് വിളി മഴയുടെ ശബ്ദത്തെ വകഞ്ഞു മാറ്റി ഒഴുകിയെത്തി. പെട്ടെന്നാണ് തൊട്ടടുത്ത മുറിയിൽ നിന്നും എന്തോ വലിയൊരു സാധനം നിലത്തു വീണ് തകരുന്ന ശബ്ദം കേട്ടത്. ആയിഷയുടെ നെഞ്ചിടിപ്പ് വേഗത്തിലായി. തോളിൽ കിടന്ന ദുപ്പട്ട ഒന്നുകൂടി വലിച്ചു ചുറ്റി അവൾ പതിയെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. പാതിചാരിയ വാതിലിന്റെ വിടവിലൂടെ അവൾ കണ്ട കാഴ്ച അവളെ തറപ്പിച്ചു നിർത്തി. മുറിയിലെ സാധനങ്ങളെല്ലാം വലിച്ചുവാരി നിലത്തിട്ടിരിക്കുന്നു. അലമാരിയിലെ തുണികളും പുസ്തകങ്ങളും കളിപ്പാട്ടങ്ങളും മുറിയാകെ ചിതറിക്കിടക്കുന്നു. അതിന് നടുവിൽ 7 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി നിലത്ത് കിടന്നിരുണ്ട് അലറി കരയുകയാണ്. അവനെ നിയന്ത്രിക്കാനാവാതെ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അബ്ദുള്ള ഹാജി വിറക്കുന്ന കൈകൾ നീട്ടി അവനെ വിളിക്കുന്നുണ്ടായിരുന്നു. ആ വാർദ്ധക്യത്തിന്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു. സ്വന്തമായേതോ ലോകത്ത് കുടുങ്ങിപ്പോയവനെ പോലെ അവൻ കൈകാലുകൾ ഇട്ടടിച്ച് നിലവിളിച്ചു. ഓട്ടിസത്തിന്റെ പിടിയിലമർന്ന സയാനായിരുന്നു അത്. സ്വന്തം ശരീരത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആ പിതാവ് മകനെ ഒന്ന് തൊടാൻ പാടുപെടുന്നത് കണ്ട് ആയിഷ ശ്വാസമടക്കി പിടിച്ചു നിന്നു. തന്റെ ജീവിതം ഇനി ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒരു നഴ്സിനെ പോലെ അവസാനിക്കുമെന്ന ഭയം ഒരു മഞ്ഞുകട്ടയോളം തണുപ്പോടെ അവളുടെ നട്ടലിലൂടെ അരിച്ചിറങ്ങി. അവളുടെ കാലുകൾ പിന്നോട്ട് വലിഞ്ഞു. അവൾ വേഗത്തിൽ തന്റെ മുറിയിലേക്ക് മടങ്ങി വാതിലടച്ചു. ജനാലക്കരികിൽ പോയി നിന്ന് ഇരുട്ടിലേക്ക് നോക്കി അവൾ ശബ്ദമില്ലാതെ വിതുമ്പി. ദിവസങ്ങൾ ഇഴിഞ്ഞു നീങ്ങി. ആ വലിയ വീടിന്റെ ഘടികാര ശബ്ദം പോലും ആയിഷയ്ക്ക് അരോചകമായി തോന്നിത്തുടങ്ങി. അവളൊരു നിഴല് പോലെ ആ വീടിന്റെ കോണുകളിൽ ഒതുങ്ങി. അബ്ദുള്ള ഹാജിയോട് അവൾ അധികം സംസാരിച്ചില്ല. ആവശ്യത്തിനുള്ള മരുന്നും ഭക്ഷണവും മേശപ്പുറത്ത് വെച്ച് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. അയാളുടെ കണ്ണുകളിലെ നിസ്സഹായത കാണാൻ അവൾക്ക് ഭയമായിരുന്നു. ഇടയ്ക്കിടെ ആ വീട്ടിലേക്ക് വിരുന്നുകാരായി വന്നിരുന്ന ഹാജിയുടെ സഹോദരങ്ങളും മറ്റു ബന്ധുക്കളും അവളെ ഒരു അന്യഗ്രഹ ജീവിയെപ്പോലെയാണ് നോക്കിക്കണ്ടത്. അവരുടെ നോട്ടത്തിൽ പുച്ഛവും പരിഹാസവും നിറഞ്ഞു നിന്നിരുന്നു. സ്വീകരണ മുറിയിലെ വലിയ സോഫകളിൽ അവർ ചമഞ്ഞിരുന്ന് ചായ കുടിക്കുമ്പോൾ ആയിഷ അടുക്കളയുടെ വാതിക്കൽ പതുങ്ങി നിൽക്കുമായിരുന്നു. ഈ വലിയ വീട്ടിൽ രാജ്ഞിയായിട്ട് കഴിയാമല്ലോ എന്നും ആ പീക്കിരിയെ നോക്കാൻ ഒരു ആയെ വെക്കേണ്ടതില്ല എന്നുമൊക്കെയുള്ള ഹാജിയുടെ സഹോദരിയുടെ കുത്തുവാക്കുകൾ അവൾ വ്യക്തമായി കേട്ടു. അവരുടെ കണ്ണുകൾ സയാന നേരെ നീളുമ്പോൾ അതിന്റെ വാത്സല്യത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. പകരം ഒരുതരം അറുപ്പും വെറുപ്പുമായിരുന്നു. ഇവരെ ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ട് എന്താ കാര്യമെന്നും ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കുകയില്ലേ വേണ്ടെന്നും മറ്റൊരാൾ പറയുന്നത് കേട്ട് ഹാജി അബ്ദുള്ള മുഖം താഴ്ത്തി കണ്ണടച്ചിരിക്കുന്നത് ആയിഷ കണ്ടു. ആ മനുഷ്യന്റെ നെഞ്ച് വിങ്ങുന്നത് അവൾക്ക് കാണാമായിരുന്നു. ബന്ധുക്കളുടെ കണ്ണുകൾ ആ വീടിന്റെ മച്ചിലും പറമ്പിലും ഹാജിയുടെ ബാങ്ക് ബാലൻസിലുമാണെന്ന് വളരെ വേഗം അവൾക്ക് മനസ്സിലായി. സയാൻ അവർക്കൊരു ബാധ്യതയും ആയിഷ അവർക്കൊരു പുറത്തുകാരിയും മാത്രമായിരുന്നു. ഒരിക്കൽ ക്ഷീണം കാരണം അബ്ദുള്ള ഹാജിയുടെ അസുഖം വല്ലാതെ മോഷിച്ചു. വീട്ടിലാകെ ഒരു മൂകത വരുന്നു. അന്ന് അസുര നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ആയിഷ. കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവളുടെ തട്ടത്തിൽ ആരോ പിടിച്ചു വലിച്ചത്. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. സയാൻ. അവൻ എങ്ങനെയോ അവളുടെ മുറിയിൽ എത്തിയിരിക്കുന്നു. ഭയം കൊണ്ട് അവളുടെ ശരീരമാകെ വിറച്ചു. അവൻ വീണ്ടും വീണ്ടും എന്തോ ശബ്ദമുണ്ടാക്കി അവളുടെ തട്ടത്തിന്റെ അറ്റം പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നു. അവൾ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ അവളെ പോകാൻ അനുവദിച്ചില്ല. അപ്രതീക്ഷിതമായി അവൻ അവളുടെ മടിയിലേക്ക് തലവെച്ച് ചുരുണ്ടുകൂടി കിടന്നു. ആയിഷയുടെ ശ്വാസം നിലച്ചുപോയ നിമിഷമായിരുന്നു അത്. എന്തു ചെയ്യണമെന്നറിയാതെ അവളുടെ കൈകൾ വായുവിൽ നിശ്ചലമായിട്ട് നിന്നു.
വളരെ പതിയെ അവളുടെ വിറക്കുന്ന വിരലുകൾ ആ കുഞ്ഞിന്റെ ചുരുണ്ട മുടിയിഴകളിലേക്ക് നീണ്ടു. അവളുടെ വിരലുകൾ അവന്റെ തലയിൽ തലോടിയപ്പോൾ ആദ്യമായി സയാൻ ശാന്തനാകുന്നത് അവൾ അറിഞ്ഞു. അവന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ വേഗത കുറഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ണുകൾ പാതി അടഞ്ഞു. സ്നേഹത്തിന്റെ ചെറിയൊരു സ്പർശനത്തിന് വേണ്ടി ദാഹിച്ചൊരു കുഞ്ഞായിരുന്നു അവൻ. ആയിഷയുടെ ഉള്ളിലെ മാതൃത്വം ഉണരുകയായിരുന്നു. അവളുടെ കണ്ണുനീർ തുള്ളികൾ അവന്റെ കവളിലേക്ക് വീണു. പെട്ടെന്ന് വാതിൽക്കൽ ഒരു അനക്കം കേട്ട് അവൾ തല ഉയർത്തി നോക്കി. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അബ്ദുള്ള ഹാജി ഈ കാഴ്ച കാണുകയായിരുന്നു. ആ വലിയ മനുഷ്യന്റെ ചുളിവ് വീണ കവിളുകളിലൂടെ കണ്ണുനീർ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. അന്നുവരെ ആ കണ്ണുകളിൽ കണ്ടിരുന്ന നിസ്സഹായത മാറി. പകരം എന്തോ വലിയൊരു ആശ്വാസം അവിടെ നിറഞ്ഞു നിൽക്കുന്നത് ആയിഷ കണ്ടു. ആ നിമിഷം മുതൽ സയാന് ആയിഷയോട് വല്ലാത്തൊരു അടുപ്പമായി. അവൾ പോകുന്നിടത്തല്ല അവന്റെ ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നു. കാലം അതിവേഗം കടന്നുപോയി. ഹാജി അബ്ദുള്ളയുടെ നില കൂടുതൽ വഷളായി. ഒടുവിൽ മഴ തിമിർത്തു പെയ്യുന്ന ഒരു പുലർച്ചെ ആ വലിയ വീട്ടിലെ ഊതിന്റെ ഗന്ധത്തെ മായിച്ചുകൊണ്ട് മരുന്നുകളുടെ മണം പടർന്നു. ഒരു ചെറിയ ഞരക്കത്തോടെ അബ്ദുള്ള ഹാജിയുടെ ജീവൻ ആ വീൽ ചെയറിൽ നിന്നും പറന്നകന്നു. കബറടക്കം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ആ മൻസിൽ വീണ്ടും ബന്ധുക്കളെ കൊണ്ട് നനഞ്ഞു. പക്ഷേ ഇത്തവണ അവരുടെ മുഖത്ത് സങ്കടത്തേക്കാൾ കൂടുതൽ തിടുക്കമായിരുന്നു. വീടിന്റെ ആധാരങ്ങളെക്കുറിച്ചും ബാങ്ക് അക്കൗണ്ടുകളെക്കുറിച്ചുമുള്ള രഹസ്യ സംഭാഷണങ്ങൾ വീടിന്റെ കോണുകളിൽ മുഴങ്ങി. പതിവ് പോലെ സയാനെ അവര് തീർത്തും അവഗണിച്ചു. ഭയന്നുപോയ ആ കുരുന്ന് ആയിഷയുടെ സാന്നിധ്യത്തിൽ മുറുകെ പിടിച്ച് എപ്പോഴും അവളുടെ പിന്നിലൊളിച്ചു. 3-ാം ദിവസം ഉച്ചയ്ക്ക് ബന്ധുക്കളിൽ മുതിർന്നയാൾ ആയിഷയുടെ അടുത്തേക്ക് വന്നു. അയാളുടെ സ്വരത്തിൽ അധികാരത്തിന്റെ കടുപ്പമുണ്ടായിരുന്നു. അബ്ദുള്ള മരിച്ചെന്നും ഇനിയിപ്പോൾ അവളിവിടെ നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ലെന്നും അയാൾ തീർത്തു പറഞ്ഞു. അവൾക്കുള്ള ചിലവ് കാശ് കൊടുത്തോളാമെന്നും അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാമെന്നും അയാൾ പറഞ്ഞു. സയാന്റെ കാര്യം അവർ നോക്കിക്കൊള്ളാമെന്നും അവരെ ഏതെങ്കിലും ഹോം കെയറിലേക്ക് മാറ്റാൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെന്നും അയാൾ കൂട്ടിച്ചേർത്തു. ആ വാക്കുകൾ കേട്ടപ്പോൾ ആയിഷയുടെ നെഞ്ചിൽ എന്തോ കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നി. സയാൻ അവർ എവിടെയോ കൊണ്ടുപോയി തള്ളുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ അവൾ ഒന്നും മിണ്ടിയില്ല. സയാന്റെ കൈകളിൽ ഒന്നുകൂടി മുറുകെ പിടിക്കുക മാത്രം ചെയ്തു. വൈകുന്നേരത്തോടെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും അബ്ദുള്ള ഹാജിയുടെ വക്കീലും ആ വീട്ടിലേക്ക് വന്നു. സ്വീകരണ മുറിയിലെ വലിയ മേശയ്ക്ക് ചുറ്റും ബന്ധുക്കൾ ആകാംക്ഷയോടെ ഇരുന്നു. ആയിഷ മാറി വാതിൽക്കൽ തന്നെ നിന്നു. വക്കീല് തന്റെ ബാഗിൽ നിന്നും മഞ്ഞ നിറമുള്ള ഒരു വലിയ കവർ പുറത്തെടുത്തു. ഹാജി അബ്ദുള്ളയുടെ വസീയത്ത്. എല്ലാവരുടെയും ശ്വാസം നിലച്ച നിമിഷങ്ങൾ. വക്കീൽ അത് വായിക്കാൻ തുടങ്ങി. വാക്കുകൾ ഓരോന്നായിട്ട് പുറത്തു വരുമ്പോൾ ബന്ധുക്കളുടെ മുഖത്തെ ചോര വാർന്നു പോകുന്നത് ആയിഷ കണ്ടു. വീടും ചുറ്റുമുള്ള വലിയ പറമ്പും ബാങ്കിലുള്ള സമ്പാദ്യത്തിന്റെ സിംഹഭാഗവും സയാന്റെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ അത് പൂർണ്ണമായി നോക്കി നടത്താനും സയാന്റെ സംരക്ഷണത്തിനുമുള്ള പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നത് ആയിഷക്കാണ്. സയാന് 28 വയസ്സാകുന്നത് വരെയോ അല്ലെങ്കിൽ ആയിഷയുടെ കാലശേഷം വരെയോ ഈ സ്വത്തുക്കളിൽ മറ്റാർക്കും യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന വ്യവസ്ഥ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വക്കീൽ വായന നടത്തി. അവിടെ ആകെ ശ്മശാന മൂകത പരന്നു. തുടർന്ന് വക്കീൽ എഴുന്നേറ്റ് നടന്ന് ആയിഷയുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ മടക്കിയ ഒരു കടലാസ് ഉണ്ടായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് ഹാജിയാര് സ്വന്തം കൈപ്പടയിൽ കുട്ടിക്ക് എഴുതിയതാണ് എന്ന് പറഞ്ഞ് വക്കീൽ അത് അവൾക്ക് നേരെ നീട്ടി. വിറക്കുന്ന കൈകളോടെ അവൾ ആ കത്ത് തുറന്നു. കണ്ണീര് വീണു മങ്ങിയ അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതിയിരുന്നു: മോളെ ആയിഷ, നിന്റെ ദാരിദ്ര്യം കണ്ടിട്ട് ഒരു ഭാര്യയെ ആവശ്യമുണ്ടായിട്ട് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതല്ല. എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ, അവന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ കഴുകന്മാരെ പോലെ കാത്തിരിക്കുന്നവരുടെ നടുവിൽ അവനൊരു കാവലാളെ വേണമായിരുന്നു. അവനെ മനസ്സിലാക്കാൻ കഴിയുന്ന, സ്നേഹിക്കാൻ കഴിയുന്ന ഒരു അമ്മയെ. എന്റെ നിസ്സഹായത കണ്ട് പടച്ചവൻ എനിക്ക് കാണിച്ചു തന്നതാണ് മുന്നേ. നീ ഈ വീട്ടിലെ പണിക്കാരത്തിയല്ല, ഈ വലിയ തറവാടിന്റെ നാഥയാണ്. നിനക്ക് സ്വതന്ത്രയാവാം. നിനക്ക് വേണമെങ്കിൽ പുതിയൊരു ജീവിതം തേടിപ്പോകാം. പക്ഷെ എന്റെ കുഞ്ഞിനെ നീ കൈവിടരുത്. കത്ത് വായിച്ചു തീർന്നതും ആയിഷയുടെ കണ്ണുകളിൽ നിന്ന് ചൂടുള്ള കണ്ണുനീർ ഇറ്റി വീണു. തന്റെ ഭർത്താവിന്റെ സ്വാർത്ഥതയില്ല, മറിച്ച് ഭിന്നശേഷിക്കാരനായ മകനെ സംരക്ഷിക്കാനുള്ള ഒരു പിതാവിന്റെ നെഞ്ചിറങ്ങുന്ന കരുതലായിരുന്നു തന്റെ വിവാഹമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. സ്വത്ത് തങ്ങൾക്ക് ലഭിക്കില്ല എന്നറിഞ്ഞതോടെ ബന്ധുക്കളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവർ ബഹളം വെക്കാൻ തുടങ്ങി. അവളെ അവർ പലതും വിളിച്ച് അധിക്ഷേപിച്ചു. പണ്ടായിരുന്നെങ്കിൽ ആ വാക്കുകൾ കേട്ട് അവൾ തളർന്നു വീഴുകയോ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുകയോ ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ധൈര്യം നിറയുന്നത് അവൾ അറിഞ്ഞു. കണ്ണുനീർ തുടച്ചു മാറ്റി അവൾ തല ഉയർത്തി നിന്നു. അവളുടെ വലതു കൈ സയാന്റെ ചെറിയ കൈകളിൽ മുറുകെ കോർത്തു പിടിച്ചിരുന്നു.
ആ വലിയ മുറിയുടെ നടുവിലേക്ക് അവൾ നടന്നു. അവളുടെ കണ്ണുകളിൽ അന്നുവരെ ആരും കാണാത്ത ഒരു തീഷ്ണതയുണ്ടായിരുന്നു. അവൾ ആരോടും തർക്കിക്കാൻ നിന്നില്ല, ശബ്ദമുയർത്തി സംസാരിച്ചുമില്ല. നേരെ വീടിന്റെ പ്രധാന വാതിൽക്കിലേക്ക് നടന്ന് അത് മലർക്കെ തുറന്നിട്ട് വാതിലിന് പുറത്തേക്ക് അവൾ വിരൽ ചൂണ്ടി. ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ, എന്നാൽ സർവ്വ അധികാരങ്ങളോടും കൂടിയുള്ള അവളുടെ ആ നിൽപ്പ് കണ്ട് ബന്ധുക്കള് സ്തംഭിച്ചു പോയി. അവളുടെ നോട്ടത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഓരോരുത്തരായിട്ട് പെറുപെറുത്തുകൊണ്ട് ആ പടി ഇറങ്ങിപ്പോയി. കുറച്ചു നേരത്തിന് ശേഷം ആ വലിയ വീട് വീണ്ടും ശാന്തമായി. മഴ തോർന്നിരുന്നു. പടിഞ്ഞാറ് ഭാഗത്തെ വലിയ ജനാലകളിലൂടെ അസ്തമയ സൂര്യന്റെ സുവർണ ശോഭ ആ പൂമുഖത്തേക്ക് അരിച്ചെത്തി. തടികൊണ്ട് പണിത ആ പഴയ വരാന്തയിലെ തിണ്ണയിൽ കാലുകൾ താഴേക്കിട്ട് ആയിഷയിരുന്നു. യാതൊരു ഭയവുമില്ലാതെ, തികച്ചും സ്വതന്ത്രയെ. അവളോട് ചേർന്ന് സയാനും ഇരിക്കുന്നുണ്ടായിരുന്നു. ചുറ്റും നേരിയ കാറ്റ് വീശിയടിച്ചു. മുറ്റത്തെ പ്ലാവിലകൾ കൊഴിഞ്ഞു വീഴുന്ന ശബ്ദം മാത്രം അവിടെ കേൾക്കാമായിരുന്നു. സയാൻ പതിയെ തന്റെ ചെറിയ തല ആയിഷയുടെ തോളിലേക്ക് ചായച്ചു വെച്ചു. തന്റെ കൈകൾ അവളുടെ ദുപ്പട്ടയുടെ തുമ്പില് മുറുകെ പിടിച്ചിരുന്നു. ആയിഷ തന്റെ ഇരു കൈകളും കൊണ്ട് അവനെ തന്നോട് ചേർത്ത് പിടിച്ചു. യാതൊരു സംഭാഷണവുമില്ലാതെ ആർത്തുലച്ചു പെയ്ത മഴയ്ക്ക് ശേഷമുള്ള പ്രശാന്തതയിൽ ആ കുഞ്ഞ് അവളുടെ തോളിൽ സുരക്ഷിതനായി കണ്ണുകൾ അടച്ചു കിടന്നു. അവനെ മുടിയഴുകളിൽ തലോടിക്കൊണ്ട് ഒരു വലിയ ആശ്വാസത്തോടെ ആയിഷയും തന്റെ കണ്ണുകളും മെല്ലെ ചിമ്മി.